അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസിലൂടെ കിട്ടുന്ന ഐസൊലേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന DNA ഫ്രാഗ്മെൻറ്റുകളെ നമുക്ക് ഒരു ക്ലോണിംഗ് വെക്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് ജോയിൻ ചെയ്ത് റീകോമ്പിനൻ്റ് DNA പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. സോ എന്താണ് ക്ലോണിംഗ് വെക്ടേഴ്സ്? ക്ലോണിംഗ് വെക്ടറുകളുടെ എക്സാമ്പിളുകൾ എന്തൊക്കെയാണ്? സോ പ്ലാസ്മിഡ്സ് ആൻഡ് ബാക്ടീരിയോഫേജസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ പ്ലാസ്മിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഓട്ടോണോമസലി റെപ്ലിക്കേറ്റിംഗ് എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ DNA ആണ്. തന്നെത്താൻ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സർക്കുലറായിട്ടുള്ള സ്വന്തമല്ലാത്ത എക്സ്ട്രാ ക്രോമസോമലായിട്ട് കാണുന്ന DNA ആണ് പ്ലാസ്മിഡ്. പ്ലാസ്മിഡ് ഒരു വെക്ടർ അഥവാ കാരിയറായിട്ട് ആക്ട് ചെയ്യുന്നു ടു ട്രാൻസ്ഫർ ദ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ പറയുന്ന ഒരു പെർട്ടിക്കുലർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഫോറിൻ DNA ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പ്ലാസ്മിഡ് സഹായിക്കുന്നു. സോ അതുപോലെ തന്നെയാണ് ബാക്ടീരിയോഫേജസ്. ബാക്ടീരിയോഫേജസ് നമുക്കറിയാം വൈറസുകളാണ്. ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളെയാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. സോ പ്ലാസ്മിഡ്സും ബാക്ടീരിയോഫേജുകളും എന്താണ്? ക്യാൻ റെപ്ലിക്കേറ്റ് വിത്തിൻ ദ ബാക്ടീരിയൽ സെൽ. ഈ പ്ലാസ്മിഡുകൾക്കും ഈ ബാക്ടീരിയോഫേജുകൾക്കും ബാക്ടീരിയൽ സെല്ലിൽ റെപ്ലിക്കേറ്റ് ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ കൺട്രോൾ ഓഫ് ക്രോമസോമൽ DNA. ഏത് ഹോസ്റ്റ് സെല്ലിലേക്കാണോ ഈ പറഞ്ഞ പ്ലാസ്മിഡിനെയും ബാക്ടീരിയോഫേജിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യണേ, അത് ആ ഹോസ്റ്റിൻ്റെ ക്രോമസോമൽ DNA ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ നമ്പർ ഓഫ് കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ട്. സോ പ്ലാസ്മിഡ്സ് ആൻഡ് ബാക്ടീരിയോഫേജ് റെപ്ലിക്കേറ്റ് വിത്തിൻ ദ ബാക്ടീരിയൽ സെൽ. ബാക്ടീരിയൽ സെല്ലിൽ ഈ പ്ലാസ്മിഡ്സുകളും ബാക്ടീരിയോഫേജും റെപ്ലിക്കേറ്റ് ചെയ്ത് കുറേ കോപ്പികൾ ഉണ്ടാവുന്നു. ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ കൺട്രോൾ ഓഫ് ക്രോമസോമൽ DNA. ഈ ബാക്ടീരിയൽ സെല്ലിൻ്റെ അല്ലെങ്കിൽ ബാക്ടീരിയലിൻ്റെ ക്രോമസോമൽ DNA ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ ഈ പ്ലാസ്മിഡ്സിനും ബാക്ടീരിയോഫേജിനും റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ബിക്കോസ് ഓട്ടോണോമസലി റെപ്ലിക്കേറ്റ് ചെയ്ത് കോപ്പി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. സോ നമ്മുടെ ബാക്ടീരിയോഫേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് കോപ്പി നമ്പർ ഉള്ളതാണ് ഈ ബാക്ടീരിയോഫേജസ്. ഒരു സെല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ ഹൈ നമ്പർ കാണും ബാക്ടീരിയോഫേജ്. സോ ബിക്കോസ് ഓഫ് ഹൈ നമ്പർ ബാക്ടീരിയോഫേജിലുള്ളത് കൊണ്ട് അതിന് ഹൈ കോപ്പി നമ്പർ, അതായത് അത്രയും നമ്പർ ഓഫ് കോപ്പീസ് അതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ബാക്ടീരിയോഫേജിനുണ്ട്. അതേസമയം പ്ലാസ്മിഡ്സിനാണെങ്കിൽ ചില പ്ലാസ്മിഡ്സ് ഒന്നോ അല്ലെങ്കിൽ 2 കോപ്പീസോ ഒരു സെല്ലിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് പ്ലാസ്മിഡിൻ്റെ 1 അല്ലെങ്കിൽ 1 or 2 കോപ്പീസ് പെർ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് എത്ര കോപ്പി പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതാണ് ആ ക്ലോണിംഗ് വെക്ടറിൻ്റെ കോപ്പി നമ്പർ. സോ നമ്മുടെ ബാക്ടീരിയോഫേജ് ആണെങ്കിൽ ഒരുപാട് നമ്പർ ഉള്ളതുകൊണ്ട് ഹൈ നമ്പർ പെർ സെൽ ഉള്ളത് കൊണ്ട് ഹൈ കോപ്പി നമ്പർ ഓഫ് ജീനോമാണ് ബാക്ടീരിയോഫേജ് വിത്തിൻ ദ ബാക്ടീരിയൽ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുക. ഹൈ കോപ്പി നമ്പർ ഓഫ് ബാക്ടീരിയോഫേജ് അല്ലെങ്കിൽ അതിൻ്റെ ജീനോം ഒരു ബാക്ടീരിയൽ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. അതേസമയം ചില പ്ലാസ്മിഡ്സ് 1 or 2 കോപ്പീസൊക്കെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. സോ ആ പ്ലാസ്മിഡിന് 2 or 1 കോപ്പി നമ്പർ ആയിരിക്കും. അതേസമയം ചില പ്ലാസ്മിഡ്സ് 15 to 100 കോപ്പീസ് പെർ സെൽ. ചില ബാക്ടീരിയൽ സെല്ല് 15 മുതൽ 100 വരെ ഇതിൻ്റെ കോപ്പി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിൻ്റെ കോപ്പി നമ്പർ 15 to 100 ആണ് പെർ സെൽ. അതേസമയം ചില പ്ലാസ്മിഡുകൾ മോർ ദാൻ ഈവൻ അതിനേക്കാളും കൂടുതൽ ഹയർ നമ്പർ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ള കഴിവുള്ള പ്ലാസ്മിഡുകളുണ്ട്. സോ നമുക്ക് എത്ര കോപ്പി നമ്പർ ആണ് വേണ്ടത്, ആ പെർട്ടിക്കുലർ ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ എത്ര എണ്ണം വേണം അല്ലെങ്കിൽ എത്രത്തോളം വേണം, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഏത് ക്ലോണിംഗ് വെക്ടറാണ് ചൂസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം പ്ലാസ്മിഡിൽ 1 or 2 കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളതുണ്ട്, 15 to 100 കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളതുണ്ട്. അതിനേക്കാളും കൂടുതൽ ഹയർ നമ്പർ, ഈ 100-നേക്കാളും മേലെ ഈവൻ ഹയർ നമ്പർ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള പ്ലാസ്മിഡുകളുണ്ട്. ബാക്ടീരിയോഫേജ് ആണെങ്കിൽ അതുപോലെ തന്നെ ഹൈ കോപ്പി നമ്പറുള്ള ബാക്ടീരിയ. സോ ഏത് ക്ലോണിംഗ് വെക്ടർ ചൂസ് ചെയ്യണം എന്നുള്ളത് എത്ര കോപ്പി നമ്പർ അതിനുള്ളത് എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ എത്ര ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ എത്രത്തോളം കോപ്പി നമുക്ക് ആവശ്യമുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നമ്മൾ പറയുകയാണെങ്കിൽ ഇഫ് വി ലിങ്ക് എൻ ഏലിയൻ പീസ് ഓഫ് DNA, ഒരു അൺനോൺ പീസ് അല്ലെങ്കിൽ ഒരു ഫോറിൻ പീസ് ഓഫ് DNA നമുക്ക് പറ്റുകയാണെങ്കിൽ, ഇഫ് വി ആർ ഏബിൾ ടു ലിങ്ക്, നമുക്ക് കഴിയുകയാണെങ്കിൽ ഏലിയൻ പീസ് ഓഫ് DNA വിത്ത് ബാക്ടീരിയോഫേജ് ഓർ പ്ലാസ്മിഡ് DNA, ഈ ബാക്ടീരിയോഫേജും പ്ലാസ്മിഡ് DNAയും ഒരു ക്ലോണിംഗ് വെക്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ബാക്ടീരിയോഫേജോ പ്ലാസ്മിഡ് DNA പോലെയുള്ള ആ ക്ലോണിംഗ് വെക്ടറിലേക്ക് നമ്മൾ ഒരു ഏലിയൻ പീസ് ഓഫ് DNA, ഒരു ഫോറിൻ പീസ് ഓഫ് DNA ലിങ്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് ക്യാൻ മൾട്ടിപ്ലൈ ഇറ്റ്സ് നമ്പർ. ഏത്? ഈ ഏലിയൻ പീസ് ഓഫ് DNAയുടെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യും വിത്തിൻ ദ ബാക്ടീരിയൽ സെൽ.
ഈക്വൽ ടു ദ കോപ്പി നമ്പർ ഓഫ് ബാക്ടീരിയോഫേജ് ആൻഡ് പ്ലാസ്മിഡ് DNA. സോ ഈ ബാക്ടീരിയോഫേജിൻ്റെയും പ്ലാസ്മിഡ് DNAയുടെയും എത്രത്തോളം കോപ്പി നമ്പർ ഉണ്ടോ അതിനനുസരിച്ച് അതിനോട് കൂടെ ലിങ്ക് ചെയ്ത് വെച്ച ഏലിയൻ പീസ് ഓഫ് DNA അല്ലെങ്കിൽ ഫോറിൻ പീസ് ഓഫ് DNA ആ ബാക്ടീരിയൽ സെല്ലിൽ അല്ലെങ്കിൽ ഹോസ്റ്റ് സെല്ലിൽ റെപ്ലിക്കേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് അത്രയും നമ്പർ ഓഫ് കോപ്പി ഉണ്ടാക്കും. സോ എത്ര നമ്പർ ഓഫ് കോപ്പി പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത് ഏത് ക്ലോണിങ് വെക്ടറുമായിട്ടാണ് ഈ ഫോറിൻ പീസ് ഓഫ് DNA ലിങ്ക് ചെയ്തത് എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബിക്കോസ് ഈ ക്ലോണിങ് വെക്ടറിൻ്റെ ഡ്യൂട്ടി ഒരു കാരിയറാണ്. അതുപോലെ അതിൻ്റെ കൂടെ ഏത് പീസ് ഓഫ് DNA ചേർത്ത് വെച്ചാൽ ലിങ്ക് ചെയ്താലും ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ക്ലോണിങ് വെക്ടർ റെപ്ലിക്കേറ്റ് ചെയ്ത് അതിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അതിനോട് കൂടെ ചേർത്ത് വെച്ച ഈ ഫോറിൻ പീസ് ഓഫ് DNAയുടെയും നമ്പർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇഫ് വി ആർ ഏബിൾ ടു ലിങ്ക്. നമുക്ക് ഒരു ഫോറിൻ പീസ് ഓഫ് DNA അല്ലെങ്കിൽ ഏലിയൻ പീസ് ഓഫ് DNAനെ ബാക്ടീരിയോഫേജോ പ്ലാസ്മിഡ് DNAയുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ ഏലിയൻ പീസ് ഓഫ് DNA മൾട്ടിപ്ലൈ ഇറ്റ്സ് നമ്പർ, ഒരുപാട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യും. എത്രത്തോളം? ദാറ്റ് ഈസ് ഈക്വൽ ടു ദ കോപ്പി നമ്പർ ഓഫ് ബാക്ടീരിയോഫേജ് അല്ലെങ്കിൽ പ്ലാസ്മിഡ് DNA. ബാക്ടീരിയോഫേജിൻ്റെയും പ്ലാസ്മിഡ് DNAയുടെയും കോപ്പി നമ്പർ എത്രത്തോളമാണോ അത്രത്തോളം ഈ ഏലിയൻ പീസ് ഓഫ് DNA ആ ഹോസ്റ്റ് സെല്ലിൽ റെപ്ലിക്കേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ നമ്മൾ ഇപ്പോൾ പല ടൈപ്പ് ക്ലോണിങ് വെക്ടറുകൾ നമ്മൾ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം. സോ ആ ക്ലോണിങ് വെക്ടറുകൾക്ക് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പ്ലാസ്മിഡ് നമുക്ക് പറയാം ഇപ്പോൾ ഒരു ക്ലോണിങ് വെക്ടറാണെന്നറിയാം. പ്ലാസ്മിഡ് എന്ന എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ ആയിട്ടുള്ള ഓട്ടോണമസിൽ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഇതാണ് പ്ലാസ്മിഡ്. അതൊരു വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. പിന്നെ ഉള്ളതാണ് ഫേജ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ബാക്ടീരിയോഫേജ്. ഫേജ് വെക്ടർ എന്ന് പറയുന്നത് ഒരു ലാംഡ ഫേജ് ആണ്. ഫേജ് എന്ന് ലാംഡ ഫേജ് ആണ്. ഒരു ഡബിൾ സ്ട്രെയിനഡ് ആയിട്ടുള്ള ലീനിയർ ആയിട്ടുള്ള ഒരു ക്ലോണിങ് വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഈ ബാക്ടീരിയോഫേജ് അല്ലെങ്കിൽ ഫേജ് വെക്ടർ, ലാംഡ ഫേജ് വെക്ടർ. ഇനിയുള്ളതാണ് കോസ്മിഡ്. ഇതൊക്കെ ക്ലോണിങ് വെക്ടറുകൾക്ക് എക്സാമ്പിളാണ്. പ്ലാസ്മിഡ്, ഫേജ്, അത് രണ്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. പിന്നെയുള്ള മൂന്നെണ്ണം നമ്മൾ പറഞ്ഞിട്ടില്ല. ഇനി പറയുന്നത് കോസ്മിഡ് എന്ന് പറഞ്ഞ ഒരു വെക്ടർ. കോസ്മിഡും ഒരു ക്ലോണിങ് വെക്ടറാണ്. കോസ്മിഡ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വെക്ടറാണ് കോസ്മിഡ്. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഫേജ് ലാംഡ ഫേജിലെ നമ്മുടെ പ്ലാസ്മിഡ് ലാംഡ ഫേജിലെ ഒരു പെർട്ടിക്കുലർ DNA സീക്വൻസ് ഉണ്ട്. ലാംഡ ഫേജിലെ ഒരു പെർട്ടിക്കുലർ DNA സീക്വൻസ് ആണ് കോസ് സൈറ്റ്. സോ ലാംഡ ഫേജിലെ കോസ് സൈറ്റ് എന്ന് പറഞ്ഞ DNA സീക്വൻസിനെ അതിനെ ലാംഡ ഫേജ് പ്ലാസ്മിഡുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോസ്മിഡ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിൻ്റെയും ഒരു കോമ്പിനേഷനാണ് കോസ്മിഡ്. സോ ലാംഡ ഫേജിലെ കോസ് സൈറ്റിലേക്ക് നമ്മുടെ പ്ലാസ്മിഡിനെ ലൈഗേറ്റ് ചെയ്യുമ്പോൾ ലിങ്ക് ചെയ്യിക്കുമ്പോൾ കിട്ടുന്നതാണ് കോസ്മിഡ്. അതായത് ഇതിൻ്റെയും ഒരു കോമ്പിനേഷൻ പോലെ. പക്ഷേ ഇതിൻ്റെ ലാംഡ ഫേജിൻ്റെ ആ ഒരു കോസ് സൈറ്റിലേക്കാണ് DNA സീക്വൻസായ ആ കോസ് സൈറ്റിലേക്കാണ് പ്ലാസ്മിഡിനെ ലിങ്ക് ചെയ്തത്. അപ്പോഴാണ് കോസ്മിഡ് കിട്ടുന്നത്. പിന്നെയുള്ളതാണ് വേറൊരു ക്ലോണിങ് വെക്ടർ എക്സാമ്പിളാണ് ഷട്ടിൽ വെക്ടർ. ഷട്ടിൽ വെക്ടർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അവിടെയും ഇവിടെയും ഉപയോഗിക്കാൻ പറ്റുന്നത്. സോ ഷട്ടിൽ വെക്ടറിൻ്റെ അർത്ഥം എന്താ? ഷട്ടിൽ അടിക്കുക എന്ന് പറയില്ല, ഷട്ടിൽ സർവീസ്. സോ ഷട്ടിൽ വെക്ടറിന് കാപ്പബിൾ ഓഫ് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് പ്രൊക്കാരിയോട്ടിലുമുണ്ട് യുക്കാരിയോട്ടിലും. സോ ബോത്ത് പ്രൊക്കാരിയോട്ടി ഫോർ എക്സാമ്പിൾ ബാക്ടീരിയ ആൻഡ് യുക്കാരിയോട്ടി ഫോർ എക്സാമ്പിൾ ഈസ്റ്റ് സെൽ. സോ പ്രൊക്കാരിയോട്ടിക്കിലും യുക്കാരിയോട്ടിക്കുമായുള്ള ഹോസ്റ്റ് സെല്ലിൽ രണ്ടിലും റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ളതുവരെയാണ് നമ്മൾ ഷട്ടിൽ വെക്ടേഴ്സ് എന്ന് പറയുക. അതൊരു ക്ലോണിങ് വെക്ടറാണ്. പിന്നൊരു ക്ലോണിങ് വെക്ടറാണ് ട്രാൻസ്പോസോൺ. ട്രാൻസ്പോസോൺ എന്ന് പറഞ്ഞാൽ ഒരു DNA സീക്വൻസ് ആണ്. ആ DNA സീക്വൻസിൻ്റെ പ്രത്യേകത ഇറ്റ് ക്യാൻ ജംപ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. അതുകൊണ്ട് അതിനെ ജമ്പിങ് ജീൻ എന്നും പറയുന്നു. സോ ട്രാൻസ്പോസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുന്ന DNA സീക്വൻസുകളെ പറയുന്ന പേരാണ് ട്രാൻസ്പോസോൺ ഓർ ജമ്പിങ് ജീൻ. ഈ ട്രാൻസ്പോസോണും എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു ക്ലോണിങ് വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നു. സോ ഒരു ക്ലോണിങ് വെക്ടർ, ഇപ്പോൾ നമ്മൾ ഒരുപാട് ക്ലോണിങ് വെക്ടറുകളുണ്ട്. സോ ക്ലോണിങ് വെക്ടറുകളെ നമ്മൾ എൻജിനീയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ദാറ്റ് ഹെൽപ്പ് ഫോർ ഈസി ലിങ്കിങ് ഓഫ് ഫോറിൻ DNA. സോ ക്ലോണിങ് വെക്ടറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? എൻജിനീയർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് എൻജിനീയറിംഗ് വഴി ക്ലോണിങ് വെക്ടർ ഹെൽപ്പ് ഇൻ ഈസി ലിങ്കിങ് ഓഫ് ഫോറിൻ DNA. സോ ഫോറിൻ DNAനെ ലിങ്ക് ചെയ്യാൻ ആൻഡ് സെലക്ഷൻ ഓഫ് റീകോമ്പിനൻ്റ്. സോ നമ്മളിപ്പോൾ എന്താ ചെയ്യണത്? ഈ ഫോറിൻ DNAനെ ലിങ്ക് ചെയ്ത് അതിൽ നിന്ന് റീകോമ്പിനൻ്റ് പുതിയതായിട്ട് ഫോം ചെയ്ത റീകോമ്പിനൻസിനെ ഫ്രം നോൺ റീകോമ്പിനൻസിൽ നിന്ന് സെലക്ട് ചെയ്യുക. അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ വെക്ടറുകളെ നമ്മൾ എൻജിനീയറിങ് ചെയ്തെടുക്കുന്നത്. സോ വെക്ടറുകളെ നമ്മൾ എൻജിനീയർ ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഹെൽപ്പ് ഇൻ
ഈസി ലിങ്കിങ് ഓഫ് ഫോറിൻ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഫോറിൻ DNA ലിങ്ക് ചെയ്യാനും അതുവഴി നമുക്ക് ആ അങ്ങനെ ലിങ്ക് ചെയ്തുണ്ടാവുന്ന റീകോmbinant ആയുള്ള DNA നമുക്ക് നോൺ റീകോmbinantൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വെക്ടറുകളെയാണ് നമ്മൾ ഇപ്പോൾ ഡിസൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നത്.